إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 254 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുകയും മിമ്മാ റസഖ്നാകും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ഈ സമ്പത്ത് മുഴുവനും അല്ലാഹു മനുഷ്യർക്ക് നൽകിയതാണ്. അത് മനുഷ്യരുടെ സ്വന്തം കഴിവിനാൽ അവർ സമ്പാദിച്ചതല്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. എല്ലാം മനുഷ്യൻ എന്ത് തന്നെ ഈ ഭൂമിയിൽ വെച്ച് കച്ചവടം ചെയ്തും കൃഷി ചെയ്തുകൊണ്ട് സമ്പാദിച്ചാലും അത് മുഴുവനും അള്ളാഹു നൽകുന്നതാണ്. മുമ്പ് ഒരു ദിവസം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത അള്ളാഹു വിശദീകരിക്കുന്നു. ഒരു ക്രയവിക്രയും ആ ദിവസത്തിലില്ല. ഫീഹി ആ ദിവസത്തിൽ വലാ ഖുല്ലത്തുൻ ഒരു ചങ്ങാത്തവുമില്ല. ഒരു ചങ്ങാതി ആ ദിവസത്തിൽ ഉപകാരപ്പെടുകയില്ല. വലാ ശഫാഅത്തുൻ ഒരു ശുപാർശയുമില്ല. യാതൊരാളുടെ ശുപാർശയും അവിടെ ഉപകാരപ്പെടുകയില്ല. പക്ഷെ അള്ളാഹു അനുമതി കൊടുക്കുന്നവരുടെ ശുപാർശ ഉപകാരപ്പെടുന്നതാണ്. അതല്ലാതെ എന്നാൽ ഇന്നയാൾ നമുക്ക് ശുപാർശയും മേശറില്ലെന്ന് പറയുന്നതാണ് തെറ്റ്. അത് കൃത്യമായി മനസ്സിലാക്കണം. വൽ കാഫിറൂന കാഫിരീങ്ങളുടെ വിശ്വാസികൾ അവർ തന്നെയാണ് അക്രമകാരികൾ. കാഫിരീങ്ങളാണ് അക്രമകാരികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതികഠിനമായ ഒരു കഠോരമായ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ദിവസത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ച് അല്ലാഹു തആല ഇവിടെ കൃത്യമായി കണക്കാക്കിയിരിക്കുന്ന പരീക്ഷണങ്ങൾ വിജയിച്ചുകൊണ്ട് ആ ക്രയവിക്രയങ്ങളില്ലാത്ത, ചങ്ങാത്തം ഉപകാരപ്പെടാത്ത, ശഫാഅത്ത് ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങളും വിശ്വാസങ്ങളും നിങ്ങളൊരു കൂട്ടിക്കൊണ്ട് നല്ല സത്യദീനിന്റെ പാതയിൽ സഞ്ചരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. അതാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സന്ദേശം. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട്, ആ ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം കരുപ്പിടിപ്പിക്കുന്നവർക്കാണ് വിജയം എന്നാണ് അല്ലാഹു നമ്മെ ഉണർത്തുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജൻ നമ്മെ അല്ലാഹു ഉൾപ്പെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.